അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ കടയിലുള്ളത്, അങ്ങനെ കടയിലേക്ക് വർക്കിന് വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ നമ്മളൊരു ദിവസം കണ്ടിട്ടില്ലല്ലോ എല്ലാവരും. അപ്പോൾ ഒരുവിധം അവർക്കൊക്കെ കഴിഞ്ഞിരിക്കണം അടിച്ചാറിലും തുടക്കലൊക്കെ. ഫ്രണ്ടൊക്കെ എനിക്കിപ്പോൾ അകത്താക്കാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് മക്കളെ ചുമയാണ്, ജലദോഷം ചുമയും കാര്യങ്ങളൊക്കെയാണ്. തീരെ വയ്യാണ്ടായി. അപ്പോൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ മാറാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ചുമച്ച് ഒന്നിനും വയ്യ, വീഡിയോ ഇടാനൊന്നും വയ്യാത്ത അവസ്ഥയായി. പിന്നെ മുഹറം 9, 10 അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ആരും എന്താ വീഡിയോ ഇടാത്തെന്നുള്ള ഒരു കമൻറ്റ്, നമ്മൾ പഴയ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം കാണണ്ടായ ആരും ചോദിക്കാത്ത എന്താ? അപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട്സായിട്ട്, ഒരു സുഹൃത്ത് ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പോൾ ആദ്യം ഇട്ട വീഡിയോസിലൊന്നും ഒരു കമൻറ്റൊന്നും ഇങ്ങനെ വന്നില്ല. എന്താ താത്ത വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ കടയിൽ, ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും മക്കളെ അവിടെ ഒരു കഥ ആക്കിയിട്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ തീരെ വയ്യാതെ റെസ്റ്റും ഇല്ല. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ, നല്ല മഴയാണ്. മഴയായാലും ആൾക്കാർ പറയും മഴയാണ്. ഈ മഴ ഒന്ന് തോർന്നിരുന്നെങ്കിൽ, മഴ പെയ്തിട്ടില്ലെങ്കിൽ അറിയോ മഴ ഒന്നും പെയ്യണില്ലല്ലോ, മഴ പോയോ. ഇപ്രാവശ്യത്തെ കാലാവസ്ഥ തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാലാവസ്ഥ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥനെ കുറിച്ച് പറഞ്ഞല്ലോ, വളരെ മോശപ്പെട്ട കാലാവസ്ഥയാണ്. അപ്പോൾ ആളുകൾ മാറി, ആളുകളുടെ ചിന്താഗതി മാറി, കാലം മാറി, കോലം മാറി. അപ്പോൾ പഠിച്ചവൻ വിചാരിച്ച് കാലാവസ്ഥ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന്. കുറേ ദിവസം ഭയങ്കര വെയിലായിരുന്നല്ലേ. അപ്പോൾ കുറേ ദിവസം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാണാഞ്ഞ്. വീഡിയോക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റണില്ല ചുമച്ചിട്ട്. അപ്പോൾ അന്നൊരു ദിവസം നാട്ടിൽ പോയപ്പോൾ ചെറുതായിട്ട് മഴ കൊണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ മാറാൻ പ്രയാസമാണ്. തീരെ മാറൂല. 2-3 മാസത്തേക്ക് കണക്കാണ് ഇനി ചുമയൊക്കെ വിട്ട് മാറണമെങ്കിൽ. ചുമയുടെ സിറപ്പുണ്ട് എഴുതിയിട്ട്, ആ സിറപ്പ് കഴിച്ച് കഴിഞ്ഞാൽ താനെ ഉറങ്ങിപ്പോവും. സംഭവം ഈ ചുമ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിനും കൂടി ഇല്ലാന്ന് തോന്നുന്നു. അത് മരുന്ന്, ആ സിറപ്പാണ് കഴിച്ചാൽ വല്ലാത്തൊരു മൊപ്പാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് തീരെ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കാണാതിരുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ എന്താ കാണാത്തതെന്ന് ആരും ചോദിച്ചില്ല. അതെന്താ ആരും ചോദിക്കാത്തേ? അപ്പോൾ നമ്മൾ ആദ്യമിട്ട വീഡിയോക്ക് താഴെ ഒരു കമൻറ്റൊക്കെ പ്രതീക്ഷിച്ചു തന്നെ. താത്ത ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ലേ, മിനിഞ്ഞാന്നൊന്നും വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ആരും കമൻറ്റ് ഇട്ടില്ല. പിന്നെ കുറച്ച് കമൻറ്റൊക്കെ കാണാൻ. അപ്പോൾ മഴയൊക്കെ മഴയുടെ വഴിക്ക് പെയ്യട്ടല്ലേ. ആരും പച്ചവെള്ളം കുടിക്കണ്ട കേട്ടോ, തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാൽ മതി. ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെയാണ്. വെള്ളം എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുക. വെള്ളത്തിലെ മണ്ണൊക്കെ ഊറി വെള്ളം തെളിഞ്ഞതിന് ശേഷം. അപ്പോൾ നല്ല കുത്തൊഴുക്കുള്ള നല്ല വെള്ളമുള്ള മഴയാണ്. കിണറ്റിലുള്ള വെള്ളമൊക്കെ എങ്ങനെയായാലും കലങ്ങിയിട്ടുണ്ടാവും. അതിലും ചെറിയ മൺതരി ഉണ്ടാവും.
അത് പച്ചവെള്ളം കുടിച്ച് അതിനകത്തേക്ക് ചെന്നാൽ മൂത്രക്കല്ലിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര പോരം മണ്ണ് നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നതിലൂടെ അടിഞ്ഞു കൂടുന്നുണ്ടെന്നറിയാം. ചിലപ്പോൾ അത് ഒരു ചെറിയ കല്ലായി മാറി അത് കിഡ്നിയായി മാറും, കിഡ്നിക്ക് സ്റ്റോണായി മാറും. അപ്പോൾ അവിടെ കല്ലുണ്ട് ഇവിടെ കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക മക്കളെ. ആരും പച്ചവെള്ളം കുടിക്കരുത്. കഴിയുന്നതും ചൂടുവെള്ളം കുടിക്കുക, ചൂടോട് കൂടി കഴിക്കുക. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഞാൻ ആദ്യം സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വോയിസ് കൊടുക്കുകയാണ്. അതിൽ വോയിസിൽ കലമിലൊക്കെ ഉണ്ട്. സൗണ്ട് നിങ്ങൾക്ക് സംസാരിക്കണത് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ താത്ത എന്ന് കേൾക്കണ്ട. അതിലപ്പുറത്തേക്ക് വേറെ ഒരു വർത്താനവും ഇല്ല. ഒരു മൈക്ക് വാങ്ങിയിട്ടില്ല. മൈക്ക് ഞാൻ നോക്കി, അപ്പോൾ മൈക്ക് എനിക്ക് അത്തങ്ങ് പൊളിച്ച് പോയാൽ അപ്പോൾ ഞാൻ എടുത്തിട്ട് പിന്നെ അവിടെ നമ്മളെ ചെറുതൊക്കെ ഇവിടെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. വോയിസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ റൂമിലൊക്കെ ആയ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങളെ കാണുന്നത്. വാടക വീടല്ലേ, അപ്പോൾ വാടക വീട്ടിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു ഒറ്റ റൂമാണ് വീട് കേട്ടോ. അപ്പോൾ അകത്തൊക്കെ ഇട്ടൊക്കെയാണ്. അപ്പോൾ അകത്തൊക്കെ ഇട്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നോക്കണ്ട മക്കളെ. പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും വലിയ ചൊറുക്കൊന്നും ഉണ്ടാവില്ല വീഡിയോയിൽ. ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ എഡിറ്റിങ്ങും ഡയറക്ടറും മ്യൂസിക്കും ഒക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ പഴഞ്ച ഇതൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇനി വീഡിയോ എടുക്കാനൊക്കെ റൂമൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാം എത്രയും വേഗം. നമ്മൾ പാവപ്പെട്ടൊരു ആളല്ലേ. അപ്പോൾ പാവപ്പെട്ട വീടിൻ്റെ പശ്ചാത്തലമൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാനും കഴിയുള്ളൂ. അപ്പോൾ മുഹറം 9, 10 അങ്ങനെ നല്ലൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ദുആയും പ്രാർത്ഥനകളിലും നമ്മളെയും കൂടി കൂട്ടണേ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തണേന്ന് നമ്മൾ ദുആ ചെയ്യാം. അപ്പോൾ ദുഃഖം തരാനും പഠിച്ചവൻ തന്നെയാണ്, സന്തോഷം തരാനും പഠിച്ചവൻ തന്നെയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒരാളെ പക്കലിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കൈ നീട്ടി അത് സ്വീകരിക്കുക അല്ലേ. വേറെ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്തേക്കട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് നമ്മളെപ്പോഴും പറയുന്നില്ല, പറഞ്ഞിട്ട് ബോറടിപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.